അടുക്കള മാലിന്യം നമുക്ക് വലിയ തലവേദനയാകാറുണ്ട്, ഇല്ലേ? ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്നത് നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ നിധിൻ രാംദാസ്. പേറ്റന്റും ശുചിത്വ മിഷന്റെ അംഗീകാരവും നേടിയ നിധിന്റെ ഈ കണ്ടുപിടുത്തത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നാണ് അഭിജിത്ത് മുഴക്കുന്ന് പറയുന്നത്. എന്തായാലും ഇതെന്താണ് ഈ കണ്ടുപിടുത്തം, അത് നമുക്കൊക്കെ ഇനി പ്രയോജനപ്പെടുമോ എന്ന് കണ്ടറിഞ്ഞു വരാം. ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു യുവ സംരംഭകന്റെ അടുത്തേക്കാണ്. പല വീടുകളിലും കീറാമുട്ടിയായി നിന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയ ഒരാളാണ് ഇദ്ദേഹം. കൊയിലാണ്ടിക്കാരനാണ്. എന്താണ് പ്രശ്നമെന്നും അദ്ദേഹം കണ്ടെത്തിയ പരിഹാരം എന്താണെന്നും നമുക്ക് അവിടെ എത്തിയിട്ടറിയാം. അങ്ങനെ നമ്മൾ കൊയിലാണ്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് നേരത്തെ സൂചിപ്പിച്ച ആ പ്രശ്നം എന്ന് പറയാം. ഗ്രാമപ്രദേശങ്ങളിലടക്കം അടുക്കള മാലിന്യം ഒരു വലിയ തലവേദനയാകാറുണ്ട്. ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ എങ്ങനെ സംസ്കരിക്കുമെന്നതാണ് പ്രതിസന്ധി. ഇതിന് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് നാട്ടിൻപുറത്തുകാരനായ നിധിൻ രാംദാസ്. കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ എന്നാണ് നിധിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പേര്. ഇവയുടെ പ്രവർത്തനം, മറ്റ് രീതികൾ എന്നതൊക്കെ നിധിൻ നമുക്ക് വിശദീകരിച്ചു തരും. നേരെ അവിടേക്ക് പോകാം, വാ. അടുക്കള മാലിന്യം സംസ്കരിക്കാൻ നിലവിലെ മാർഗങ്ങളൊന്നും ഫലപ്രദമല്ല എന്ന തിരിച്ചറിവാണ് ബിടെക് ബിരുദധാരിയായ നിധിനെ പുതിയൊരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തിച്ചത്. കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ എന്ന് അതിന് പേരും നൽകി. എൻ്റെ ഒരു സുഹൃത്ത് സിറ്റിയിൽ താമസിക്കുന്ന സുഹൃത്തുണ്ട്. അപ്പോൾ പുള്ളി വേസ്റ്റിൻ്റെ വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ഫസ്റ്റ് തന്നെ ഇതിനെന്താ ഒരു പരിഹാരം കാണാൻ പറ്റുമെന്ന് വേണ്ടി ചോദിച്ചത്. ഞങ്ങൾ ശരിക്കും തുടക്കത്തിലൊരു അടുപ്പ് നിർമ്മാണം ആയിട്ടാണ് ഈ ഫാക്ടറി തുടങ്ങിയത്. അപ്പോൾ അടുപ്പ് നിർമ്മാണം, അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ എക്സിബിഷനും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പല സിറ്റികളിലാണ് എക്സിബിഷൻ നടക്കാറുള്ളത് പൊതുവെ. അപ്പോൾ അവർക്ക് മെയിനായിട്ട് ഏറ്റവും വലിയ നേരിടുന്ന ഇഷ്യൂ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു പ്രശ്നമാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിലവിലുള്ള മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകൾക്ക് കുറേ ന്യൂനതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പരിഹരിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കുക എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാടിലാണ് തുടങ്ങിയത്. നിലവിലുള്ള കമ്പോസ്റ്റ് ബിന്നെല്ലാം നമുക്കൊരു എയറോബിക് ബാക്ടീരിയനെ ഉപയോഗിച്ച് വേണ്ടി മാത്രമാണ് കമ്പോസ്റ്റിംഗ് നടക്കുന്നത്. അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ബാക്ടീരിയ ആഡ് ചെയ്യണം. അപ്പോൾ ഡെയിലി ബാക്ടീരിയ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആളുകൾ ഇൻ കേസ് മറന്നു പോയാലും ഈ സ്മെല്ലും പുഴുക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ ടെക്നോളജിയിൽ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത്, ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ കമ്പോസ്റ്റ് ആക്കുന്നുണ്ട്. ഒന്ന് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഫ്ലൈ ഉണ്ട്. അത് ട്രോപ്പിക്കൽ കാലാവസ്ഥകളിൽ, ഈ ഇന്ത്യ ഉൾപ്പെടെ ട്രോപ്പിക്കൽ കാലാവസ്ഥകളിൽ ജീവിക്കുന്ന ഒരു പ്രാണിയാണ്. ആ പ്രാണിയുടെ ലാർവ എന്ന് പറയുന്നത് ഭയങ്കര വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആകുന്നൊരു ലാർവയാണ്. അപ്പോൾ അതിൻ്റെ ബോഡി വെയ്റ്റിനോട് എത്രയോ മടങ്ങ് ഫുഡ് വേസ്റ്റ് അത് ഡെയിലി ഭക്ഷിക്കും. പിന്നെ ബാക്കിയുള്ള കമ്പോസ്റ്റിംഗ് മെത്തേഡൊക്കെ ആയിട്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാതരം ഫുഡ് വേസ്റ്റ് വിടാം. ഈ എസിഡിക് ആയിട്ടുള്ളതും പിന്നെ മുട്ടത്തോട്, ഉള്ളിത്തോട്, നാരങ്ങത്തോട്, എല്ലാതരം ഫുഡ് വേസ്റ്റ്, ഈവൻ ഞണ്ടിൻ്റെ തോടടക്കം ഇട്ടാലും സ്മെല്ല്, ദുർഗന്ധം ഒട്ടും പുറത്തേക്ക് വരുന്നില്ല. ഇതൊരു 2 ടാങ്ക് വരുന്ന സിസ്റ്റമാണ്. ഒരു ടാങ്ക് നിറയുമ്പോൾ അടുത്ത ടാങ്ക് ഉപയോഗിക്കുക, അടുത്ത ടാങ്ക് നിറയുമ്പോഴേക്കും രണ്ടാമത്തെ ടാങ്ക് കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത്. അപ്പോൾ ഇത് നല്ല ലൈഫ്, 25 ഇയേഴ്സോളം ലൈഫ് കിട്ടുന്നൊരു മെറ്റീരിയൽ കൊണ്ടാണ് ഇപ്പം പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഈ ഒരു ടെക്നോളജി വേറെ ആരും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറ്റൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യവസായ ഓഫീസിൽ നിന്നെല്ലാം ഇത് പെട്ടെന്ന് തന്നെ പാറ്റൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പാറ്റൻറ്റ് ചെയ്തത്. അപ്പോൾ പാറ്റൻറ്റ് ചെയ്തപ്പോഴാണ് ഈ ഗവൺമെൻറ് തലത്തിൽ ഈ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ അപേക്ഷിച്ചുണ്ടായിരുന്നു. പക്ഷേ അതിന് ശുചിത്വ മിഷൻ്റെ അംഗീകാരം കിട്ടണം. ഇതിപ്പോൾ ശുചിത്വ മിഷൻ്റെ അംഗീകാരം കിട്ടിയതോടുകൂടി പഞ്ചായത്തുകളിൽ, സെലക്ട് ചെയ്ത പഞ്ചായത്തുകളിൽ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, എറണാകുളം ജില്ലകളിലെ പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ മെയിനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ ഇന്ത്യ മൊത്തം ചെയ്യുന്നുണ്ട്.
നമുക്ക് വീടുകളിലേക്ക് 1 കിലോ 2 കിലോ 3 കിലോ എന്നീ 3 മോഡലുകളാണ് വരുന്നത്. അപ്പോൾ 1 കിലോയുടെ മോഡലിന് നമുക്ക് 4500 തൊട്ട്, എന്ന് വെച്ചാൽ 2 ടാങ്കിനാണ് വില പറയുന്നത്. 4500 തൊട്ട് 9000 വില വരെ വരുന്ന 3 കിലോ പെർ ഡേ വേസ്റ്റ് ഇടുന്ന 9000 വില വരുന്ന മോഡൽ വരെ ഉണ്ട് വീടുകളിലേക്ക്. അതേസമയം സ്ഥാപനങ്ങളിലേക്ക് 5 കിലോ തൊട്ട് 20 കിലോൻ്റെ മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നുള്ള രീതിയിൽ 1000 കിലോ വരെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സാണ് ഉള്ളത്. അപ്പോൾ 9ഓളം തൊഴിലാളികളുണ്ട്. മിക്കവാറും സ്ത്രീകൾ തന്നെയാണ്. നാട്ടിൽ തന്നെയുള്ള ആളുകൾക്ക് കുറച്ച് ജോലി കൊടുക്കാനായി എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. പുകയില്ലാത്ത ആധുനിക അടുപ്പും ഇഷ്ടമുള്ള ചായ തരുന്ന ചായ മാസ്റ്ററും ഒക്കെ നിധിന്റെ തലയിൽ വിരിഞ്ഞ ആശയങ്ങളാണ്. പലതരം ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ കണ്ടുപിടുത്തം നടത്താനുള്ള ആവേശവും കൂടുമെന്നാണ് നിധിന്റെ പക്ഷം. ഐഡിയാസ് ഇനിയും ഒരുപാടുണ്ട് നിധിന്റെ തലയിൽ. ഇതുപോലുള്ള കൂടുതൽ കണ്ടുപിടുത്തങ്ങൾക്കായി നമുക്കും കാത്തിരിക്കാം. രാജേഷ് വെള്ളരിക്കുണ്ടിനും ഹരികൃഷ്ണനുമൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. അപ്പം നിധിൻ്റെ ആ കണ്ടുപിടുത്തം ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടാൻ സാധ്യതയുള്ളതാണ്. നാട്ടിലെ കുറേ പേർക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്നു. ഏതായാലും ആ കണ്ടുപിടുത്തം ഈ മാലിന്യ പ്രശ്നം നേരിടുന്ന ആളുകൾക്കൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് വിജയകരമെങ്കിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുവെക്കുകയും ചെയ്യാം.